അധ്യായം 4. ദ ഗിവിങ് ആൻഡ് റിസീവിങ് ഹേർട്ട്. കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഹൃദയം. ബുദ്ധിസ്റ്റ് ധ്യാനത്തിൽ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഹൃദയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രധാനമായിട്ട് സദേൺ ഏഷ്യൻ ബുദ്ധിസ്റ്റ് കൺട്രീസ്, അവിടെ തേരാവാദ അഭ്യാസമാണ് നടക്കുന്നത്. ഉദാഹരണമായിട്ട് തായ്ലൻഡ്, ബർമ്മ, ശ്രീലങ്ക, ലാവോസ്, കാംബോഡിയ, ഇന്ത്യ. ഇവിടെ തേരാവാദ എന്ന വാക്കിന് അർത്ഥം മുതിർന്നവർ എന്നാണ്. ബുദ്ധൻ്റെ ഏറ്റവും മുൻപുള്ള ശിഷ്യന്മാരെ പിന്തുടർന്നാണ് ഈ പരമ്പര ഉണ്ടായിട്ടുള്ളത്. ഏഷ്യയിലെ ബുദ്ധിസത്തിലെ ഏറ്റവും പഴയ സമ്പ്രദായമാണ് ഇത്. മൈത്രി എന്നതിൻ്റെ ഗുണം, അതിനെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതും മറ്റുള്ള ധ്യാനവിധികളും ഈ പരമ്പരയിലുണ്ട്. സമത, വിപശ്യന, ഇവയെപ്പറ്റി മുൻപുള്ള അധ്യായങ്ങളിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മൈത്രി എന്ന ഈ ഗുണം ഈ പരമ്പരയിൽ വളരെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഉള്ള ധ്യാന നിർദ്ദേശങ്ങളിൽ ഇത് എങ്ങനെ നമ്മൾക്ക് വർദ്ധിപ്പിക്കാം എന്ന് പല അഭ്യാസങ്ങളാൽ പറഞ്ഞിട്ടുണ്ട്. മൈത്രി എന്ന വാക്കിന് ശരിയായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അർത്ഥം ഇല്ല. ഇതിനെ നമ്മൾ സ്നേഹം, അല്ലെങ്കിൽ കൂട്ടുകൂടുന്ന സ്നേഹം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദയ എന്നെല്ലാം പറയാറുണ്ട്. ഇതിൻ്റെ ഗുണത്തെപ്പറ്റി ബുദ്ധൻ പറയുന്ന സമയത്ത് ഒരു അമ്മയുടെ സ്നേഹത്തെപ്പറ്റിയാണ് പറയുന്നത്. ഒരമ്മയ്ക്ക് ഏകനായിട്ടുള്ള തൻ്റെ പുത്രനോടുള്ള സ്നേഹം, അത് ചോദ്യം ചെയ്യാത്ത സ്നേഹമാണ്, അതിരുകളില്ലാത്ത സ്നേഹമാണ്. മൈത്രി അഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഗുണത്തെ വർദ്ധിപ്പിക്കലാണ്. അതുമൂലം നമ്മൾക്കും ചോദ്യമില്ലാത്ത ആ ഗുണം ഉണ്ടാകും, ആ പരിധിയില്ലാത്ത ദയ ഉണ്ടാകും. എല്ലാ ജീവികളോടും ആ ദയ നമ്മൾക്ക് ഉണ്ടാകും. അത് മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, അവർ സുഹൃത്തുക്കളാകട്ടെ, ന്യൂട്രലായിട്ടുള്ള ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളാകട്ടെ, അവരുടെ പ്രകൃതം എന്തായാലും ശരി. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള മറ്റുള്ളവരോടുള്ള ചങ്ങാത്തവും അതേപോലെ തന്നെ സ്നേഹവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കൊടുക്കുന്ന ഹൃദയത്തെ വർദ്ധിപ്പിക്കൽ. ഈ ഗുണത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, അതിന് ഒരു തരത്തിലുള്ള ധ്യാനവിധിയുണ്ട്. അതിൽ ആദ്യമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ചിന്തിക്കുന്നു, ആ വ്യക്തിയെപ്പറ്റി നമ്മൾ സങ്കല്പിക്കുന്നു. ആ വ്യക്തിയോട് നമ്മൾക്ക് നല്ല സൗഹൃദമുണ്ട്, ദയുണ്ട്, ഊഷ്മളമായിട്ടുള്ള വികാരങ്ങളുണ്ട്. ഇതിന് പലതരത്തിലുള്ള ഉദാഹരണമുണ്ട്. ഉദാഹരണമായിട്ട് ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വളർത്തു മൃഗമായിരിക്കാം. ആ പ്രാണിയുടെ ചിത്രം നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നു. അതുമൂലം നമ്മളുടെ ഉള്ളിൽ ആ ഗുണം ഉണരുന്നു. ആ അതിരുകളില്ലാത്ത ആ കരുണ നമ്മുടെ മനസ്സിൽ ഉണരുന്നു. ഇനി ആ ഗുണത്തെ നമ്മൾ എല്ലായിടത്തും പരത്തണം. നമ്മൾ ആ അനുഭവത്തെപ്പറ്റി, ആ സംവേദനയെപ്പറ്റി ബോധവാന്മാരാകുന്നു. എന്നിട്ട് അതിനെ പരത്താൻ തുടങ്ങുന്നു. ഇത് ചെയ്യുന്നതിന് പല മാർഗങ്ങളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ അതിനെ മറ്റുള്ളവരേക്ക് പകർത്താനാണ് നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ആ മൈത്രി നമ്മളിലേക്ക് തന്നെ അയക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് അഹങ്കാരം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ സ്വയം പുകഴ്ത്താനുമാണ് എന്നാണ്. നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, അത് ആധ്യാത്മികമായിട്ട് ബന്ധമില്ല എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. എന്നാൽ ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്, നമ്മൾക്ക് നമ്മളോട് തന്നെ മൈത്രി ഇല്ല എങ്കിൽ നമുക്കെങ്ങനെയാണ് മറ്റുള്ള ജീവികളോട് മൈത്രി ഉണ്ടാകുക? അതിനാൽ എല്ലാ തരത്തിലുള്ള മൈത്രി ധ്യാനങ്ങളിലും ധ്യാനം തുടങ്ങുന്നത് ആദ്യം നമ്മളോട് തന്നെ കരുണ കാണിച്ചിട്ടാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. അവർ എല്ലാവരും അതിനെ നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിനാൽ തുടക്കത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഈ ശരീരത്തിനോട് കരുണ കാണിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ വ്യക്തിത്വത്തോട് കരുണ കാണിക്കുന്നതിനേക്കാളും എളുപ്പമാണ്. നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തിനോട് ആത്മബന്ധവും സ്നേഹപ്രകടനവും നടത്താം. നമുക്ക് ഒരു വളർത്തുമൃഗത്തോട് നമ്മൾക്കങ്ങനെ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നമ്മളുടെ പട്ടി.
വളർത്തുന്ന വ്യക്തി ആ പട്ടിയോട് സ്നേഹപ്രകടനം നടത്തുന്ന സമയത്ത് ആ പട്ടി തിരിച്ച് വളരെയധികം സ്നേഹപ്രകടനം നടത്തുന്നു. അത് വളരെയധികം സന്തോഷവാനാകുന്നു. എന്തെന്നാൽ അതിൻ്റെ യജമാനൻ അതിന് ശ്രദ്ധ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ്, വളരെ പ്രസന്നമാണ്, വളരെ മിത്രത്വം ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന് ആ കരുണ എന്നുള്ള ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്നു. നമ്മുടെ ശരീരത്തിന് അല്പം ഉത്സാഹമുണ്ടാകുന്നു. അപ്പോൾ ശരീരത്തിൽ ഊർജം കൂടുന്നു, കാര്യക്ഷമത കൂടുന്നു, സമതിയും ഉത്സാഹവും ഉണ്ടാകുന്നു. നമ്മുടെ ശരീരത്തിന് ഈ രീതിയിലുള്ള കരുണയുടെ ഗുണങ്ങൾ പകർന്നു നൽകിയതിന് ശേഷം നമ്മൾക്ക് ഇതിനെ വീണ്ടും പരത്താവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ മൈത്രിയെ നമ്മളുടെ റൂമിലുള്ള മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാം. എന്നിട്ട് ആ ബിൽഡിങ്ങിലെ മറ്റുള്ള ജീവികളുമായിട്ട് പങ്കുവയ്ക്കാം. എന്നിട്ട് നമ്മളുടെ ഗ്രാമത്തിലുള്ളവരുമായിട്ട്, പട്ടണത്തിലുള്ളവരുമായിട്ട്, സംസ്ഥാനത്തുള്ളവരുമായിട്ട്, രാജ്യത്തുള്ളവരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളുടെ മനസ്സിൻ്റെ ഭാവനയ്ക്ക് അനുസരിച്ച് നമ്മൾക്ക് ഈ മൈത്രിയെ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു ഊഷ്മളമായിട്ടുള്ള സ്വർണ്ണ നിറമുള്ള പ്രകാശമായിട്ട് സങ്കല്പിക്കാവുന്നതാണ്. ആ പ്രകാശം രാജ്യങ്ങളെ എല്ലാം മൂടിക്കൊണ്ടിരിക്കുകയാണ്. വടക്കുള്ളത്, തെക്കുള്ളത്, എല്ലാ ദിശകളിലുമുള്ള രാജ്യങ്ങളെ പതുക്കെ മൃദുവായിട്ട് അത് ഈ ഭൂമിയെ മുഴുവൻ ആവരണം ചെയ്യുന്നു. അത് എല്ലായിടത്തും എത്തിച്ചേരുന്നു. എല്ലാ പ്രാണികളിലേക്കും എത്തിച്ചേരുന്നു. എല്ലാ സസ്യങ്ങളിലേക്കും, മൃഗങ്ങളിലേക്കും, ഷഡ്പദങ്ങളിലേക്കും, പക്ഷികളിലേക്കും, മീനുകളിലേക്കും, എല്ലാ ജീവികളിലേക്കും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാ മനുഷ്യരിലേക്കും അത് പരത്തുന്നു. ആ ജീവികൾ നല്ല സ്ഥിതിയിലായിരിക്കാം, അല്ലെങ്കിൽ വേദനയുള്ള സ്ഥിതിയിലായിരിക്കാം. അവർ ഭംഗിയുള്ളവരായിരിക്കാം, ഭംഗിയില്ലാത്തവരായിരിക്കാം. അവർ രോഗികളായിരിക്കാം, ഇപ്പോൾ പിറന്ന ജീവികളായിരിക്കാം, അല്ലെങ്കിൽ മരിക്കുന്ന ജീവികളായിരിക്കാം. അങ്ങനെ നമ്മളുടെ ഭാവനയിൽ എല്ലാ തരത്തിലുമുള്ള ദൃശ്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. സ്നേഹം എന്ന ഗുണത്തെപ്പറ്റി നമ്മൾക്ക് ചിന്തിക്കാവുന്നതാണ്. എല്ലായിടത്തും പരക്കുന്ന ദയ, എല്ലാ രാജ്യങ്ങളെയും മൂടുന്ന ദയ, രാജ്യങ്ങൾക്ക് അപ്പുറത്ത് ഈ ലോകത്തിൻ്റെ എല്ലാ കോർണറിലേക്കും ഈ മൈത്രി നമ്മൾക്ക് പരത്താവുന്നതാണ്. പലതരത്തിലുള്ള ജീവികൾക്ക് അനുസരിച്ചുള്ള മൈത്രി. ഈ ഗുണം അഭ്യസിക്കാനും വളർത്താനുമുള്ള മറ്റൊരു വിധി കൂടി ഉണ്ട്. പല രീതിയിലുള്ള ജീവികളുമായിട്ട് നമ്മൾ അത് പങ്കിടുന്നു. ആദ്യം മൈത്രി നമ്മൾക്ക് തന്നെ കൊടുക്കുന്നു. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്കായിട്ട് ഈ മൈത്രി കൊടുക്കുന്നു. നമ്മൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട് ഈ മൈത്രി കൊടുക്കുന്നു. നമ്മളുമായിട്ട് ഇഷ്ടമോ അനിഷ്ടമോ ഇല്ലാത്ത ആൾക്കാർക്ക് മൈത്രിയുടെ ഈ അനുഭവം നമ്മൾ പകർന്നു കൊടുക്കുന്നു. നമ്മളുമായിട്ട് വിദ്വേഷമുള്ള ആൾക്കാർക്ക് ഈ മൈത്രി നമ്മൾ പകർന്നു കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾക്ക് ഈ മൈത്രി നമ്മൾ പകർന്നു കൊടുക്കുന്നു. നമ്മൾക്ക് ദേഷ്യമോ വിരോധമോ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഈ മൈത്രി പകർന്നു കൊടുക്കുന്നു. എന്നിട്ട് മനുഷ്യകുലത്തിലെ എല്ലാ ജീവികൾക്കും നമ്മൾ ഈ മൈത്രി പകർന്നു കൊടുക്കുന്നു. നമ്മൾ അറിയുന്ന വ്യക്തികൾ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ, നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തികൾ, ഭയമുള്ള വ്യക്തികൾ, നമ്മളോട് വിരോധമുള്ള വ്യക്തികൾ, നമ്മൾ അവരെ അറിയുന്നില്ലെങ്കിൽ കൂടി എല്ലാ തരത്തിലുള്ള മനുഷ്യർക്ക് നമ്മൾ ഈ മൈത്രി പകർന്നു കൊടുക്കുന്നു. അവർ ഇഷ്ടമുള്ളവരായാലും ഇഷ്ടമല്ലാത്തവരാണെങ്കിലും രണ്ടിനും ഇടയ്ക്കുള്ളവരാണെങ്കിലും നമ്മൾ ഈ മൈത്രി എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നു. എല്ലാ മനുഷ്യർക്കും പകർന്നു കൊടുത്തതിന് ശേഷം മറ്റുള്ള ജീവികൾക്കും നമ്മൾ ഈ മൈത്രി പകർന്നു കൊടുക്കുന്നു. ഒരുപാട് കാലുകളുള്ള ജീവികളെ നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതാണ്. വളരെ ചെറിയ സൂക്ഷ്മജീവികളെ നമ്മൾ സങ്കല്പിക്കാവുന്നതാണ്. ഈ ലോകത്തിലെ ജീവനില്ലാത്ത ധാതുക്കളെ നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതാണ്. ചെടികളെയും പാറകളെയും അരുവികളെയും നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വളരെ വലിയ ജീവികളെ നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതാണ്. ആനകൾ, തിമിംഗലങ്ങൾ, എല്ലാ തരത്തിലുമുള്ള വലിയ വലിയ ജീവികൾ. പ്രാണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ലോകത്തുള്ള ദൃശ്യമല്ലാത്ത
പ്രാണികളും ഉൾപ്പെടും. അത് പ്രേതങ്ങൾ ആയിരിക്കാം, ദേവതകൾ ആയിരിക്കാം, അസുരന്മാരായിരിക്കാം, മറ്റുള്ള ലോകത്തിൽ ജീവിക്കുന്ന അന്യഗ്രഹ ജീവികളായിരിക്കാം. നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ രീതിയിലുള്ള സങ്കല്പം ചെയ്യാവുന്നതാണ്. ഏത് രീതിയിൽ നമ്മൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമ്മളുടെ ഹൃദയത്തിലുള്ള ഈ അനുഭവങ്ങളെ നമ്മൾക്ക് മറ്റുള്ള ജീവികൾക്ക് പകർന്നു കൊടുക്കാവുന്നതാണ്. നമ്മൾ എല്ലാ ജീവികളോടും ഈ കരുണയും അതേപോലെ തന്നെ ബന്ധുത്വവും നമ്മൾ വളർത്തുന്നു. ഇതിനെയാണ് കൊടുക്കുന്ന ഹൃദയം എന്ന് പറയുന്നത്. ദി റിസീവിങ് ഹേർട്ട്, അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഹൃദയം. ഒരു ധ്യാന ശിബിരത്തിൽ അത് ഒരു ദിവസം ദൈർഘ്യമുള്ളതായിരിക്കാം, ആഴ്ചയിലെ അവധി ദിവസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ 10 ദിവസത്തെ ധ്യാന ശിബിരമായിരിക്കാം. തീർച്ചയായിട്ടും അവിടെ മൈത്രി ധ്യാനത്തെപ്പറ്റി ഒരു ധ്യാന നിർദ്ദേശം ഉണ്ടായിരിക്കുന്നതാണ്. മൈത്രി ധ്യാനം ഉണ്ടാകുന്നതുവരെ ചിലപ്പോൾ ഒരു ധ്യാന ശിബിരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി ഒന്നും പറയില്ലായിരിക്കാം. അതുവരെ ശിബിരം വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ മൈത്രി ധ്യാനം ചെയ്യുന്ന സമയത്ത് ചില വ്യക്തികളിൽ ഒരുപാട് നീരസം ഉടലെടുക്കുന്നു. ശിബിരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മറ്റുള്ള വ്യക്തികൾക്ക് സ്നേഹം കൊടുക്കാൻ പറയുന്ന സമയത്ത് അവർക്ക് ഒരുപാട് നീരസം ഉണ്ടാകുന്നു. അവരുടെ ഉള്ളിൽ മറ്റുള്ളവരോട് വൈരാഗ്യമാണ് ഉണ്ടാകുന്നത്. മറ്റുള്ളവരോട് മൈത്രി കൊടുക്കാൻ പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലെ ശബ്ദം ഉണരാവുന്നതാണ്. അല്ലെങ്കിൽ മൈത്രിയെപ്പറ്റി അതിൻ്റെ അറിവിനെക്കുറിച്ച് ബോധമില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ അതിന് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾക്ക് ഈ രീതിയിൽ മൈത്രി അയക്കാൻ സാധിച്ചു എന്ന് വരില്ല. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മൈത്രി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആക്കണം എന്നുള്ളതല്ല. മറ്റുള്ള പ്രാണികളോട് ഉള്ള മൈത്രി ധ്യാനം ഉപദ്രവകാരികളും പ്രശ്നമുണ്ടാക്കുന്നവരും നല്ല വ്യക്തികളുമായിട്ടുള്ള മൈത്രി ധ്യാനം, അതിന് അർത്ഥം നമ്മൾ അവരുടെ പ്രവൃത്തികളെ അംഗീകരിക്കുന്നു എന്നല്ല, അവരുടെ പ്രവൃത്തികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നല്ല. അതിനു പകരം നമ്മൾ ചെയ്യുന്നത് ഈ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഇതാണ് സ്വീകരിക്കുന്ന ഹൃദയം. കാര്യങ്ങൾ എപ്രകാരമാണോ അതിനെ നമ്മുടെ ഹൃദയം അതേപടി സ്വീകരിക്കുന്നു. നമ്മൾ ഒരിക്കലും മറ്റൊരു രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുന്നില്ല. അതായത് കയ്പുള്ളത് മധുരമാണെന്ന് പറയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ക്രൂരത സുന്ദരമാണ് എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. മാലാഖമാർ അത്ഭുതകരമായിട്ടുള്ള ജീവികളാണ് എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. വെറുപ്പ്, ദ്വേഷം, ക്രൂരത ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. എത്ര തന്നെ ക്രൂരതയാണെങ്കിലും ശരി, സ്വാർത്ഥതയാണെങ്കിലും ശരി, അസൂയാണെങ്കിലും ശരി, അതെല്ലാം പ്രകൃതിയുടെ തന്നെ ഭാഗമാണ്. അതെല്ലാം പ്രകൃതിയുടെ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ബുദ്ധൻ പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരുടെ ശ്രദ്ധ കിട്ടുവാനായിട്ട് ഉപമകൾ ഉപമിക്കാറുണ്ട്. അവരോട് പല കാര്യങ്ങളും സങ്കല്പിക്കാൻ പറയും. ഇതുമൂലം അവർക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. ഈ പ്രകാരത്തിൽ ബുദ്ധൻ മൈത്രിയെക്കുറിച്ചിട്ടുള്ള ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേൾക്കുന്നവരോട് ഇങ്ങനെ സങ്കല്പിക്കാൻ പറഞ്ഞു. അവരെ ചില കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അവർ ഒരു വാളുകൊണ്ട് അവരുടെ കൈയും കാലും മുറിച്ചു മാറ്റുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ നിങ്ങളുടെ കൈയും കാലും മുറിച്ചു മാറ്റുന്നവരോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അഭ്യാസമല്ല ചെയ്യുന്നത്. ഈ തരത്തിലുള്ള പീഡനം സഹിക്കണം എന്നല്ല ബുദ്ധൻ നമ്മളോട് പറയുന്നത്. നമ്മളുടെ കാലുകൾ മുറിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതിന് നമ്മൾ കൊള്ളക്കാരോട് ക്ഷമായാചനം നടത്തണം എന്നല്ല ബുദ്ധൻ പറയുന്നത്. നമ്മളുടെ ആത്മകേന്ദ്രിതമായിട്ടുള്ള സ്വഭാവത്തെ മാറ്റുന്നതിന്, മറ്റുള്ളവർ ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളെ മാറ്റുന്നതിന്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വേദനാജനകമായിരിക്കാം, നമ്മൾക്ക് ഞെട്ടൽ തരുന്നതായിരിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്നതല്ലായിരിക്കാം. എന്നാൽ അവിടെ മൈത്രി അഭ്യസിക്കുന്നത് കൊണ്ട് നമ്മൾ ഹൃദയത്തിൽ അത്തരം ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ സാധിക്കും. അവിടെ നമ്മൾക്ക് തീർച്ചയായിട്ടും വൈരാഗ്യമോ
അല്ലെങ്കിൽ മറ്റുള്ള ജീവികളോട് ദ്വേഷമോ ഉണ്ടാകാറില്ല. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഈ അഭ്യാസം കൊണ്ട് നമുക്ക് ചില സമയത്ത് ഒരു ഓർമ്മ വരും. ചെറിയ ദ്വേഷമൊക്കെ വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു തോന്നൽ നമ്മൾക്ക് വരും. അത് ശരിയാണ് എന്ന് നമ്മൾക്ക് തോന്നാം. എന്നാൽ ബുദ്ധൻ പറയുന്നത് അതൊരിക്കലും ശരിയല്ല. അത് വെവ്വേറെയാണ്, തെറ്റാണ്. മൈത്രി ധ്യാനം അഭ്യസിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശാന്തിക്ക് വളരെ നല്ലതാണ്. ഈ തരത്തിലുള്ള അഭ്യാസം ഒരു പ്രത്യേക തരത്തിലുള്ള അഭ്യാസം അല്ല. സമതയ്ക്കോ അല്ലെങ്കിൽ വിപശ്യനയ്ക്കോ ഒപ്പമോ ഉപയോഗിക്കുന്ന ഒരു അഭ്യാസം അല്ല ഇത്. എല്ലാ ധ്യാനത്തിനും വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥ കരുണ അല്ലെങ്കിൽ യഥാർത്ഥ സ്വീകാര്യത. നമ്മളെ വളരെ നല്ല വ്യക്തിയായിട്ട്, കരുണയുള്ള വ്യക്തിയായിട്ട്, മൃദുവായിട്ടുള്ള വ്യക്തിയായിട്ട്, മാന്യനായിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നു ഒരിക്കലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, നമ്മൾക്ക് ദേഷ്യം വരുന്നില്ല, നമ്മൾ സമനില തെറ്റുന്നില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ നമ്മൾ ധ്യാനം അഭ്യസിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത അനുഭവങ്ങൾ നമ്മളിൽ വരാവുന്നതാണ്. ആ സമയത്ത് നമ്മൾക്ക് വളരെയധികം നീരസം അവയോട് തോന്നാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചിന്തിക്കുന്ന മനസ്സിനെ നമ്മൾ മൗനം പാലിക്കാൻ പറയുന്നു. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് ചിന്തകളെ മായ്ക്കാനുള്ള ഒരു യുദ്ധമായിട്ട് തീരുന്നു. അനുഭവങ്ങളെ, ദേഷ്യത്തെ, അസ്വസ്ഥതകളെ മായ്ക്കാനുള്ള ഒരു യുദ്ധം. അതുമൂലം നമ്മൾക്ക് ശാന്തി ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. കുറച്ചുകൂടി നല്ല ആധ്യാത്മിക ജീവിതം നയിക്കാമെന്ന് നമ്മൾ കരുതുന്നു. ശാന്തി ഉണ്ടാക്കാനുള്ള ആ മാർഗം തന്നെ തീർത്തും തെറ്റായിട്ടുള്ള മാർഗമാണ്, അസ്വസ്ഥതയുണ്ടാക്കുന്ന മാർഗമാണ്. ബുദ്ധിസ്റ്റ് അഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർഗവും ലക്ഷ്യവും സമനിലയിൽ ആയിരിക്കണം എന്നുള്ളതാണ്. മാർഗം തന്നെയാണ് ലക്ഷ്യവും. നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ കടുത്ത ഭാഷ ഉപയോഗിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ നേരെയാക്കാൻ നമ്മൾ കടുത്ത നടപടി എടുക്കുകയാണ്. മനസ്സിൽ ഉണ്ടാകുന്ന ഭയം, ദേഷ്യം, ആഗ്രഹങ്ങൾ തുടങ്ങിയവ മറികടക്കാനുള്ള നമ്മളുടെ തീവ്രമായിട്ടുള്ള ആ പരിശ്രമം അതിൻ്റെ ഫലത്തെ തന്നെ ബാധിക്കുന്നു. അതിന് പകരമായിട്ട് നമ്മൾ വളരെ മൃദുവായിട്ടുള്ള, ശാന്തമായിട്ടുള്ള, യോജിപ്പുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ മനസ്സിനോട്, അപ്പോൾ മനസ്സ് അതേ ഗുണങ്ങൾ തന്നെയായിരിക്കും നമ്മൾക്ക് പ്രതിഫലിപ്പിക്കുന്നത്. നമ്മളോട് തന്നെ നമ്മൾ കരുണ കാട്ടണം. ധ്യാനത്തിൽ നമ്മൾ നമ്മളോട് തന്നെ കരുണ കാട്ടുക എന്നതിന് അർത്ഥം വെറുതെ ഇരുന്നു കൊണ്ട് മനസ്സ് എന്ത് ചിന്തിക്കുന്നുവോ അത് ചിന്തിക്കട്ടെ എന്ന് പറയുകയല്ല. ധ്യാനത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് നല്ലതാണ് എന്ന് പറയുകയല്ല. മനസ്സിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ എന്ന് അതിനെ അനുവദിക്കുകയല്ല. ഈ തരത്തിൽ മൈത്രി അഭ്യസിക്കുക എന്നതിന് അർത്ഥം ഒരു അമ്മ തൻ്റെ പുത്രനെ എപ്രകാരമാണ് നയിക്കുന്നത്, ഒരു യജമാനൻ തൻ്റെ വളർത്തുമൃഗത്തെ എപ്രകാരമാണ് നയിക്കുന്നത്, അതേപോലെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കുട്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ ആ അമ്മ സമ്മതിക്കില്ല. ചില നിയന്ത്രണങ്ങൾ വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ധ്യാന സമയത്ത് നമ്മൾക്ക് നമ്മളോട് തന്നെ കരുണയുണ്ട്. നമ്മൾ ഒന്നിനെയും തന്നെ വിടുന്നില്ല. അസ്വസ്ഥമായിട്ടുള്ള ചിന്തകൾ നമ്മളുടേതാണ്, ശ്വാസത്തിലുള്ള ശ്രദ്ധ നമ്മളുടേതാണ്, ദേഷ്യം നമ്മളുടേതാണ്, ഭയം നമ്മളുടേതാണ്, അസ്വസ്ഥത നമ്മളുടേതാണ്, മനസ്സിലുള്ള ചിന്തകൾ നമ്മളുടേതാണ്. അവയോടൊപ്പം തന്നെ നമ്മൾക്ക് ഗുണകരമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ചിന്തകളും ഉണ്ട്. എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട് എന്നുള്ള ആ വിശ്വാസമാണ് മൈത്രിയുടെ ആധാരം. എല്ലാറ്റിനെയും സ്വീകരിക്കാനുള്ള സ്വീകാര്യത. ആ ഹൃദയം നിറഞ്ഞ സ്വീകാര്യതയിൽ നിന്നാണ് നമ്മൾക്ക് തിരിച്ചറിയാനുള്ള പ്രജ്ഞ ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അഭ്യാസത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നു. അത് 3 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ അഭ്യസിപ്പിക്കുന്നത് പോലെയാണ്. ഒരു സ്പൂൺ എങ്ങനെ പിടിക്കണം, സ്വയം എങ്ങനെ ഭക്ഷിക്കണം, ടോയ്ലറ്റിൽ എങ്ങനെ പോകണം, ഇപ്രകാരമാണ് ഒരു കുട്ടിയെ നമ്മൾ അഭ്യസിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടിയെ അങ്ങനെയാണ് നമ്മൾ അഭ്യസിപ്പിക്കുന്നത്. ഇങ്ങനെ അഭ്യസിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഒരു ആധ്യാത്മികമായിട്ടുള്ള പ്രശ്നത്തെ നമ്മൾക്ക്
ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അഭ്യാസത്തിൽ ഇത് വളരെ അത്യാവശ്യമാണ്. ഇതുപോലെ തന്നെ മനസ്സിനെ ജാഗ്രതയിൽ വയ്ക്കാൻ ഉള്ള അഭ്യാസം, അതിന് ഒരു വിലയുണ്ട് എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ ഇത് ഒരിക്കലും മനസ്സിലുള്ള ചിന്തകളോട് യുദ്ധം ചെയ്തുകൊണ്ടല്ല, ആ വികാരങ്ങളെ ദ്വേഷിച്ചുകൊണ്ടല്ല. ഉദാഹരണമായിട്ട് നമ്മൾക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പ്രത്യേക സ്ഥലത്ത് പോകേണ്ടതുണ്ട്. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും വടക്കോട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വടക്കോട്ട് വണ്ടി ഓടിക്കുന്നു. തെക്കോട്ട് നമ്മൾ ഒരിക്കലും വണ്ടി ഓടിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം തെക്ക് തെറ്റാണ്, ശരിയല്ല എന്നുള്ളതല്ല. അതുപോലെ ധ്യാനത്തിൽ നമ്മൾ ഒരു ചിന്ത അല്ലെങ്കിൽ വികാരം അല്ലെങ്കിൽ മനസ്സിലുള്ളൊരു അഭിപ്രായം തെറ്റാണ് എന്ന് നമ്മൾ കരുതുന്നില്ല. നമ്മൾ മനസ്സിനെ ആ ദിശയിലേക്ക് അയക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മനസ്സിനെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സ് ചിന്തിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഭാവിയെ പറ്റി ആലോചിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ആലോചിക്കുന്നതിന് പകരം നമ്മൾ മനസ്സിനെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയുന്നു. ഈ തരത്തിലുള്ള തിരിച്ചറിവാണ് നമ്മളുടെ അഭ്യാസത്തിന് ആധാരം. നമ്മൾ ആ ചിന്തകളെയും അതേപോലെ തന്നെ വികാരങ്ങളെയും തുടച്ചു മാറ്റാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മനസ്സിനെ അടിച്ചമർത്താനും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അവയെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവയോട് ദ്വേഷം കൂടാതെ നമ്മുടെ മനസ്സിനെ അതിൻ്റെ ഉദ്ദേശത്തിലേക്ക് നമ്മൾ നയിക്കുന്നു. അത് നമ്മുടെ പ്രകൃതിക്ക് അനുകൂലമാണ്. ഒരിക്കലും നമ്മൾ അതിനായിട്ട് യുദ്ധം ചെയ്യുന്നില്ല.